ദേശീയ വാർത്തകളിലേക്ക് കൂടി പോകുമ്പോൾ മഹാരാഷ്ട്രയിൽ താക്കറെകൾ ഒന്നിക്കുന്നു. ശിവസേനയും MNSും തമ്മിലുള്ള സഖ്യപ്രഖ്യാപനം ഇന്നുണ്ടാകും. മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ഈ സഖ്യപ്രഖ്യാപനം. രാകേഷ് വിവരങ്ങളുമായി ചേരുന്നു. രാകേഷ്, ഗുഡ് മോർണിംഗ്. ഏത് സാഹചര്യത്തിലാണ് ഈ താക്കറെകൾ ഒന്നിക്കുന്നത്? അശ്വതി, 20 വർഷത്തിന് ശേഷം ടാക്കറെകൾ ഇപ്പോൾ ഒന്നിക്കുകയാണ്. കാരണം 2005-ലാണ് ശിവസേനയിൽ നിന്ന് വിട്ടിറങ്ങി MNS മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിക്ക് രാജ് ടാക്കറെ രൂപം നൽകുന്നത്. അതിനുശേഷം തെരഞ്ഞെടുപ്പുകളിൽ രണ്ടു പാർട്ടിയും നേർക്കുനേർ പലപ്പോഴും പോരാടി. ഏതായാലും പിണക്കങ്ങൾ മറന്ന് വീണ്ടും രണ്ട് ടാക്കറെകളും ഒന്നിക്കുന്നു എന്നുള്ളത് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് മുംബൈ രാഷ്ട്രീയത്തിൽ അതിനിർണായകമാണ്. കാരണം മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 15-ാം തീയതി നടക്കാനിരിക്കുകയാണ്. ഈ രണ്ടു പാർട്ടികൾക്കും അത് ജീവൻ മരണ പോരാട്ടമാണ്. കാരണം അടുത്തിടെയാണ് ഇപ്പോൾ നഗരപഞ്ചായത്തിലേക്കും ഒക്കെയുള്ള തെരഞ്ഞെടുപ്പ് അവസാനിച്ചത്. 288 തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് വോട്ടെടുപ്പ് നടന്നപ്പോൾ അതിൽ 9 ഇടങ്ങളിൽ മാത്രമാണ് ശിവസേനയ്ക്ക് പ്രസിഡന്റ് പദവി നേടാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ വലിയ തകർച്ച അവിടെ ശിവസേന നേരിട്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ രണ്ടു പാർട്ടികളും ഒന്നിക്കുന്നത്. ഏതായാലും ആഴ്ചകൾ നീണ്ട ചർച്ചകൾ നടന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ സഖ്യപ്രഖ്യാപനം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇന്ന് 12 മണിക്ക് രണ്ട് നേതാക്കളും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിൽ എന്തുകൊണ്ട് ഒന്നിക്കുന്നു എന്ന പ്രഖ്യാപനം ഇരു നേതാക്കളും നടത്തുകയും ചെയ്യും. ഏതായാലും 227 വാർഡുകളാണ് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ഉള്ളത്. അതിൽ തന്നെ 150 വാർഡുകളിൽ ശിവസേന മത്സരിക്കും. 77 വാർഡുകളിൽ MNSും മത്സരിക്കും. അതാണ് ഇപ്പോൾ ഉള്ള ധാരണ. ഇതിൽ തന്നെ 180 സീറ്റുകളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. പക്ഷേ ചില മേഖലകളിലെ സീറ്റുകൾ, ഏതാണ്ട് 77 സീറ്റുകളിൽ കാര്യത്തിൽ ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നു എന്നാണ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും 2017-ലാണ് ഏറ്റവും അവസാനം മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നടന്നത്. അന്ന് ശിവസേനയായിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി. BJP തൊട്ടുപിറകിൽ രണ്ടാമതായി വന്നു. 84 സീറ്റ് അന്ന് ശിവസേന നേടിയപ്പോൾ 82 സീറ്റിൽ BJP ഒറ്റയ്ക്ക് വിജയിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ശിവസേനയെ അവർ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. പക്ഷേ നിലവിൽ മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ സാഹചര്യം അതല്ല. അതുകൊണ്ട് തന്നെ ശിവസേനയ്ക്ക് ഇത് ജീവൻ മരണ പോരാട്ടമാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ MNSുമായി അവർ കൈകൊടുക്കുന്നത്. നേരത്തെ സ്കൂളുകളിൽ ഹിന്ദി നിർബന്ധമാക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് രണ്ടു പാർട്ടികളും ഒന്നിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സഖ്യം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും രണ്ടു പാർട്ടികളും ഒന്നിക്കുമ്പോൾ അവരുടെ പരമ്പരാഗത വോട്ട് ബേസ് എന്ന് പറയുന്നത് മറാഠ വോട്ടുകളാണ്. ആ വോട്ടുകളിൽ വിള്ളൽ വീഴില്ല എന്നാണ് ഏതായാലും വിദഗ്ധരൊക്കെ തന്നെ അഭിപ്രായപ്പെടുന്നത്. തീർച്ചയായും ഇത് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഒരു നിർണായക സഖ്യ നീക്കത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. 12 മണിക്കാണ് ഏതായാലും ഔദ്യോഗിക പ്രഖ്യാപനം നടക്കാൻ പോകുന്നത്.